ആരാ പേടിപ്പിക്കുന്നതെന്ന് അച്ഛമ്മയ്ക്ക് അറിയില്ല. ഈ വീഡിയോ കണ്ടാൽ നിങ്ങളുടെ മരുമകൾ ജയിലിലെ മരുമകളാവും. ജീവിതകാലം മുഴുവൻ ഇനി ജയിലിൽ പോയി ജീവിക്കേണ്ടി വരും. അച്ഛമ്മ, ഐ തിങ്ക് യു ആർ റൈറ്റ്. ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാ റിയൽ ആണെന്നാ. ഇത് റിയൽ ഒന്നും അല്ല. ഐ മീൻ ഇത് ടൈം പാസ് പോലെ എനിക്ക് തോന്നുന്നത്. എന്തിനു വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണം? എനിക്ക് നല്ല ഉറക്കം വരുന്നു. ഞാൻ ഉറങ്ങാൻ പോവാ. അബി നീ എന്റെ കൂടെ വാ. കണ്ടേ പറ്റൂ. കള്ളൻ കള്ളൻ നിക്കടാ. ഈ വാതിൽ അടച്ചിരിക്കുകയാണല്ലോ. പിന്നെ അവൻ എങ്ങനെ പുറത്തു പോയത്? സ്റ്റോർ റൂമിൽ നിന്നാണല്ലോ ശബ്ദം കേൾക്കുന്നത്. വാ വാ. അവർ നിഖിലിനെ പിടിക്കൂ. നിന്റെ കാര്യം തീർന്നു തന്നു. നിഖിൽ നിന്നെ രക്ഷിക്കാനല്ല കൊടുക്കാനാ വന്നിക്കുന്നത്. ഐ മീൻ ഇൻ കേസ് ലൈറ്റ് വന്നാലും നീ ഒന്നും ചെയ്യില്ല. ഇപ്പൊ വന്ന കള്ളനില്ലേ, അവൻ ആ ഷോ എടുത്തോണ്ട് പോയി. ശരിക്കും പറഞ്ഞാൽ നിന്റെ അവസരവും കൊണ്ടുപോയി. നീ അതേക്കുറിച്ചോർത്ത് ഒരുപാട് അഹങ്കരിച്ചതല്ലേ. ഇപ്പൊ നിന്റെ അഹങ്കാരവും തീർന്നിട്ടുണ്ടാവും. സ്റ്റേജിൽ കർട്ടൻ വീഴാത്തിടത്തോളം ഷോ അവസാനിക്കില്ല. നീ എല്ലാ തരത്തിലും തോറ്റിരിക്കുന്നു തനു. ഇനി നിനക്ക് രക്ഷപ്പെടാനേ കഴിയില്ല. എനിക്കറിയാം നീ എന്നെ വിശ്വസിക്കില്ലാന്ന്. യു നോ വാട്ട്, ഞാൻ നിന്റെ ഭീഷണിയെ മറന്നിരിക്കുന്നു. കുറ്റം ഏറ്റു പറയാൻ പോവുകയാണെന്നാ? അനാവശ്യം പറയരുത്. ഞാൻ എന്തിനാ തെറ്റുകൾ ഏറ്റു പറയുന്നത്? അതെനിക്കെങ്ങനെ അറിയാം? വീഡിയോ കണ്ടു കഴിഞ്ഞാലല്ലേ ഇതൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഞാനാണെങ്കിൽ കറണ്ട് വരാൻ എപ്പോഴേ കാത്തിരിക്കുകയാണ്. ശരി, കാത്തിരിക്കെ. എന്നെ ശല്യം ചെയ്യരുത്. ഒന്നിവിടുന്ന് പോയിക്കേ. ഹലോ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ആ, അതും എന്നോട്? ഞാൻ ഈ വീട്ടിലെ മരുമകളാ. ബൈ ദ വേ, നീയാണെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റിലും. നിന്റെ ടിക്കറ്റ് കൺഫേം ആയിട്ട് നീ ഇങ്ങനെ എന്നോട് ബഹളം വെക്കുകയും അലറി വിളിക്കുകയും ഒക്കെ ചെയ്തോ. ഞാൻ നിനക്കൊരു സജഷൻ തന്നേ ഉള്ളൂ, ഇവിടെ നിന്നും പോകാൻ. ബാക്കിയൊക്കെ നിന്റെ ഇഷ്ടം. എന്ത് പറഞ്ഞാലും വഴക്കിന് വന്നോളൂ. അച്ഛമ്മേ നോക്കി. അതെ അതെ. ഇല്ലാതാവും. മോളെ, നീ ടെൻഷൻ അടിക്കണ്ട. അഭി കള്ളനെ പിടിക്കാൻ പോയിട്ടുണ്ടല്ലോ. പിന്നെ എന്റെ മകൻ എന്തിന്റെയെങ്കിലും പിന്നാലെ പോയാൽ അത് നടത്തിയിട്ടേ തിരിച്ചു വരും. അതെനിക്ക് അറിയാം അച്ഛമ്മ. തനുവിന്റെ കാര്യത്തിൽ തീരുമാനമെടുത്ത് അവളെ നേടിയെടുക്കും. എന്നിട്ട് നോക്ക്, ടെൻഷൻ അടിക്കുക എന്നുള്ളത് നിന്റെ ശീലമായി മാറി. ടെൻഷൻ മാത്രമല്ല, അസൂയയും നിനക്കൊണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. നിനക്ക് കുശുമ്പാണ് അല്ലേ എന്റെ മകൻ നിന്റെ പിന്നാലെ നടക്കാത്തതിന്? അല്ല, അവനെന്തിനാ നിന്റെ പിറകെ നടക്കുന്നത്? നീ അവന്റെ പിറകെ നടക്കുകയല്ലേ. അച്ഛമ്മ എന്നെ ഈ സമയത്ത് ഇങ്ങനെ കളിയാക്കാണോ? എനിക്ക് ആകെ ടെൻഷനായിട്ട് വയ്യ. അല്ലേ, ഞാൻ കളിയാക്കാതെ എന്ത് ചെയ്യാനാ? നീ കരച്ചില് തുടങ്ങാതിരിക്കണ്ടേ? ഇവന്റെ തലേന്ന് ചാക്കരുതേ. നമുക്കൊരു കാര്യം ചെയ്യാം. ഇവൻ അകത്തേക്ക് കൊണ്ടുപോവാം. അകത്ത് കൊണ്ടുപോയിട്ടും ഇവൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാം. അതുവരെ ഒന്ന് ക്ഷമിക്കേ. വാ, നമുക്ക് വേഗം അകത്തേക്ക് കൊണ്ടുപോവാം. ഫ്യൂസ് കിട്ടി. ഇനി ഇത് ശരിയാക്കി കറണ്ട് ഒന്ന് വന്നു കഴിഞ്ഞുണ്ടല്ലോ, തനുവിന്റെ ഫിലിമിന്റെ ബോക്സ് ഓഫീസ് റിപ്പോർട്ട്സ് അറിയാൻ കഴിയായിരുന്നു. എന്തുപറ്റി? ഇപ്പോ കള്ളനാണോ പിടിക്കപ്പെട്ടത്, അതോ നിന്റെ കള്ളത്തരമാണോ? സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തല്ലോ അല്ലേ? നിന്റെ രഹസ്യങ്ങളൊക്കെ ഇന്ന് എന്തായാലും പുറത്തു വരും. പ്രണവ്, ഇതാരോന്നൊന്ന് നോക്കിയേ. നിന്റെ കാര്യം തീർന്നു തന്നു. ഈ നിഖിൽ നിന്നെ രക്ഷിക്കാനല്ല കൊടുക്കാനായിട്ടാ വന്നേ. ഞാൻ അവന്റെ പുറകെ ഓടി അവന്റെ പുറത്തേക്ക് ചാടി. ഞാൻ നോക്കിയപ്പോ അവൻ കയ്യിൽ എന്തോ ഒളിപ്പിക്കുന്ന കണ്ടു.
പിന്നെ നോക്കിയപ്പോ അവന്റെ കയ്യില് മൊബൈലാണെന്ന് മനസ്സിലായി. ഞാൻ അവന്റെ കയ്യിൽ നിന്ന് മൊബൈൽ തട്ടിപ്പറിച്ച് വാങ്ങിയപ്പോ അവൻ വീണ്ടും ഓടി. അവനെ പിടിക്കാൻ പോയപ്പോ നിങ്ങൾ വന്ന് എന്നെ പിടിച്ചു. എന്നിട്ട് നിങ്ങൾ എല്ലാരും കൂടി പറയുന്നു ഇപ്പൊ ഞാനാ കള്ളനെന്ന്. കൊള്ളാമല്ലോ, കൈയോടെ പിടിക്കപ്പെട്ടിട്ടും വീണ്ടും കള്ളം പറയാണല്ലോ. എനിക്ക് അടി കിട്ടിയതിൽ ഒരു വിഷമമില്ല. പക്ഷെ ആ കള്ളൻ അവൻ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടതിൽ എനിക്ക് വിഷമമുണ്ട്. വി ആർ വെരി സോറി നിഖിൽ. എന്തായാലും ആ ഫോണിങ് തന്നേക്കൂ. അതിൽ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയ വീഡിയോ ഉണ്ട്. അത് ഇവിടെ എല്ലാവരെയും കാണിക്കാൻ തുടങ്ങുമായിരുന്നു. ആ ഫോണിങ് തരാമോ? എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആ കള്ളൻ എന്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ചത്. ഈ ഫോൺ എന്റെയാണ്. ഈ ഫോൺ ആരുടെ ആയാലും ഇനി ഇത് ആർക്കും തരില്ല. ഈ മൊബൈലിലുള്ള ഈ വീഡിയോ ഉണ്ടല്ലോ, അതാദ്യം കാണാം. നമുക്ക് കാണാമല്ലോ പ്രിയ ഏത് രഹസ്യത്തെക്കുറിച്ചാ പറയുന്നതെന്ന്. അത് കാരണം ഈ വീട്ടിൽ ഇത്രയും ബഹളമുണ്ടായല്ലോ. അത് കാണാൻ തുടങ്ങിയതും ആദ്യം ലൈറ്റ് പോകുന്നു, പിന്നെ ഇത് തന്നെ മോഷ്ടിക്കാൻ എവിടുന്ന് ഒരു കള്ളനും വരും. എന്ത് തന്നെ ആയാലും ഈ വീഡിയോയിൽ ഉറപ്പായും എന്തോ കാര്യമുണ്ട്. അതുകൊണ്ട് ഇത് തീർച്ചയായും കാണണം. ഭഗവാനെ, ഞാനും അഭിയും തമ്മിലുള്ള കല്യാണം. ഞാൻ പ്രഗ്നന്റ് ആണ്. ഞാൻ എത്ര കാത്തിരിക്കണം. ഞാൻ അഭിയെ ഒരുപാട് സ്നേഹിക്കുന്നു. അവനില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. അത് വെച്ച് മ്യൂസിക് കേൾക്ക്, എൻജോയ് ചെയ്യ്. രണ്ടുപേർ മഴ ഉണ്ടാക്കട്ടെ, മഹാഭാരതം നടക്കട്ടെ. നീ എൻജോയ് ചെയ്യ്. അപ്പൊ പിന്നെ ഞാൻ ഇവരിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു വഴി കണ്ടുപിടിക്കാം. സൂപ്പർ ബച്ചമ്മേ, എന്താ ഐഡിയ. പ്രണവ് എനിക്ക് ഒരു പുതിയ ഹെഡ്ഫോൺ തന്നിട്ടുണ്ട്. എന്തായാലും അത് വെച്ചൊന്ന് കേൾക്കാം. ചെല്ല്. ഒന്നുമില്ല, ജസ്റ്റ് ജോക്കിംഗ്. ഞാൻ പോവാ. ബൈ. എന്ത് കരുതി, എന്നിട്ട് എന്താ സംഭവിച്ചത്? തനുവിന്റെ ഇത്രയും നല്ല ഒരു തെളിവ് നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ട് അത് മോഷ്ടിക്കപ്പെട്ടു. ഇത്തവണയും പ്ലാൻ എല്ലാം പൊളിഞ്ഞിരിക്കുകയാണ്. ആ നശിച്ച പവർ കട്ട് ഉണ്ടാവാതിരുന്നെങ്കിൽ എല്ലാ സത്യവും എല്ലാവരും അറിഞ്ഞാനേ. അഭി സ്വയം കണ്ട് എല്ലാം മനസ്സിലാക്കിയാനേ. പ്രിയച്ചി ഞാൻ പിടിച്ചത് ആ നിഖിലിനെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു 10 അടി കൂടുതൽ അടിച്ചാനേ അവനെ. ആ പ്രണവ്, പിന്നെ നീ കുറച്ചൊന്നുമല്ല അവൻ അടിച്ച്. അവന് നേരെ നടക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. എൻ്റെ സ്വയർ പ്രണവ്, അവനെ എൻ്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ അവനെ ഞാൻ ഒരു പഞ്ചിങ് ബാഗ് ആക്കിയേ. പ്രിയച്ചി അവൻ ഇന്ന് കിട്ടി ഇടിവെച്ച് നോക്കുമ്പോൾ നടക്കാൻ പോയിട്ട് കുറച്ച് ദിവസം അവനൊന്ന് അനങ്ങാൻ പോലും കഴിയില്ല. പ്രണവ്, നമുക്കിതൊരു പ്ലാൻ മാത്രമായിരുന്നു. പക്ഷെ പ്രിയേട്ടത്തേക്ക് ജീവിതം, ഏട്ടത്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഞാൻ ശരിക്കും എന്നോട് പറയാമായിരുന്നല്ലോ. ഞാൻ പറയാൻ വന്നപ്പോ നീ ലൈറ്റ് ഓഫ് ആക്കി എന്റെ വാ പൊത്തി പിടിച്ചു. പിന്നെ ഞാൻ എങ്ങനെ നിന്നോട് പറയാ? ഓ പ്ലീസ്, നിന്റെ ഈ പരാതി ഒന്ന് നിർത്തു തനു. പിന്നെ നീ കാരണമാണ് ഞാൻ രക്ഷപ്പെട്ടെന്നുള്ള നിന്റെ ഈ ഷോ ഓഫ് ഒന്ന് നിർത്ത്. ഞാൻ രക്ഷപ്പെട്ടത് ഞാൻ വിചാരിച്ചിട്ട് മാത്രമാണ്. തനു പ്ലീസ്, ഇനി വഴക്കുണ്ടാക്കരുത്. ഏറ്റവും ഇമ്പോർട്ടന്റ്, ഈ കാര്യത്തിൽ നമ്മളിപ്പോ സേഫ് ആണ്. പക്ഷെ ഇപ്പോഴത്തേക്ക് മാത്രം. കാരണം പ്രിയ ഇപ്പൊ പെരുമാറുന്നത് ഒരു സിംഹത്തെ പോലെയാണ്. എപ്പോ വേണമെങ്കിലും നമ്മളെ ആക്രമിക്കാം. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അലർട്ട് ആയിരിക്കണം. ഈസ് ഇറ്റ് ക്ലിയർ? ബൈ. ഇവക്ക് ഞാൻ എന്തിനാ മൂടി കൊടുക്കുന്നത്? തണുത്ത് വിറച്ച് അവിടെ കിടക്കട്ടെ. എനിക്കെന്താ ഇവളോട് സിമ്പതി തോന്നുന്നേ? ഇവളുടെ തലക്കിട്ട് ഒരെണ്ണം കൊടുക്കേണ്ട ദേഷ്യമുണ്ട്. എന്നാലും
നിനക്കറിയോ, ഞാൻ രാത്രി നിന്നെക്കുറിച്ച് ചിന്തിച്ച് ഉറങ്ങുന്നു, നിന്റെ ഓർമ്മകളുമായി. പക്ഷേ ഇന്ന് ഞാൻ നിന്റെ ബലൂണിനെ കണ്ടു. ഞാൻ വളരെ ഹാപ്പിയാണ്. ഇനിയുള്ള ജീവിതത്തിൽ അങ്ങോട്ട് എല്ലാ ദിവസവും നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. ഹലോ, ഇതെന്താ ഇത്? പാർട്ടി നടക്കുക വന്നു ജോയിൻ ചെയ്യാം. ഇത് നിന്റെ ലൈഫാ, നീ തന്നെ തെരഞ്ഞെടുത്ത് നീ തന്നെ പാർട്ടി നടത്തിക്കും. നോക്ക്, നീ ഇവിടെ എന്തിനാ വന്നേ? ഞാൻ നിന്നോട് കുറച്ച് സംസാരിക്കാനാ വന്നേ. ഞാൻ വെറും വയറ്റിൽ ആരോട് സംസാരിക്കാറില്ല. നിനക്ക് ഇനി എന്നോട് സംസാരിക്കണമെങ്കിലേ എനിക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ഓക്കെ? ബ്രേക്ക്ഫാസ്റ്റ്? ബ്രേക്ക്ഫാസ്റ്റ് ഓംലെറ്റ്. ഓംലെറ്റ്? അത് മുട്ട കൊണ്ടല്ലേ ഉണ്ടാക്കണ്ടേ? ഓഫ് കോഴ്സ് മുട്ട കൊണ്ട് തന്നെയാ. നീ എനിക്ക് വേണ്ടി മുട്ട കൊണ്ട് ഓംലെറ്റ് ഉണ്ടാക്കി തരണം, എന്നാലേ ഞാൻ സംസാരിക്കൂ. നിനക്ക് എന്നോട് സംസാരിക്കണ്ടേ? എന്നാ പിന്നെ ഓംലെറ്റ് ഉണ്ടാക്കല്ല. ഞാൻ അതല്ല പറഞ്ഞത്, എനിക്ക് ഓംലെറ്റ് ഉണ്ടാക്കാൻ അറിയില്ല. എങ്ങനെയാ ഉണ്ടാക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. നീ ഒന്ന് ചെയ്തു നോക്ക്. മതിയോ? അത് മതി. നാട്ടുകാർക്ക് വേണ്ടിയല്ലല്ലോ ഉണ്ടാക്കുന്നേ, എനിക്ക് വേണ്ടിയല്ലേ. അതിൽ കുറച്ച് ഉള്ളിയിട്. ഉള്ളി എവിടെ ഇരിക്കുന്നു? നിന്റെ മുന്നിൽ തന്നെ ഉണ്ട്, റൈറ്റ് സൈഡിൽ നോക്ക്. ഓ ഓ, എന്ത് ചെയ്യുവാ തനു? ഒന്ന് ശ്രദ്ധിക്ക്. ഇനി എന്താ ചെയ്യണ്ടേ? അതില് മുട്ടയിട്. ഇതെങ്ങനെ തുറക്കും? ഇതിൽ വെക്കട്ടെ? അതിനെ തുറക്കല്ല, പൊട്ടിക്കാ വേണ്ടത്. എങ്ങനെ പൊട്ടിക്കും? നിന്റെ തലയിൽ വെച്ച് പൊട്ടിക്കും. ഏയ്, നിനക്ക് ശരിക്കും വട്ടാണ് തനു. തലയിൽ വെച്ച് പൊട്ടിക്കാൻ പോകുന്ന. അതിനെ തറയിൽ വെക്ക്, എവിടെയെങ്കിലും വെച്ച് എങ്ങനെയെങ്കിലും ഒന്ന് പൊട്ടിച്ച് അതിൽ ഒഴിക്കും. നിനക്ക് അതും അറിയില്ല. നന്നായി ഏട്ടൻ നിന്നെ കെട്ടാത്തത്. നീ ഏട്ടന്റെ അല്ല, ആരുടെയും വൈഫ് ആവാനുള്ള യോഗ്യതയില്ല നിനക്ക്. ഞാൻ എന്തായാലും വൈഫ് ആവും. നിനക്കാണ് സഹോദരി എന്ന് പറയാൻ കഴിയാത്തത്. അബി എന്തുകൊണ്ടാ നിന്നെ പുറത്താക്കിയെന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ അല്ലെ? നിനക്കറിയോ, നീയും അതേ വഴി തന്നെ സഞ്ചരിക്കുന്നത്. കുറച്ച് ദിവസം കഴിയുമ്പോൾ നിന്നെ ചവിട്ടി പുറത്താക്കും. മനസ്സിലായി? നിന്റെ ആഗ്രഹം അതാണല്ലേ? നിന്റെ കാര്യം എങ്ങനെയായി? മറ്റുള്ളവരുടെ ജീവിതം നന്നാവുന്ന നിനക്കൊരു തരം നീറ്റിലല്ലേ? നീറ്റിലുണ്ട്. അതുകൊണ്ടാ ഈ ഓൺമെന്റ് ഇടുന്നത്. നോക്ക്, നല്ല നീറ്റിലുണ്ട്. നീ എന്നെ വീണ്ടും കുറ്റപ്പെടുത്തുക. എന്നോട് സംസാരിക്കരുത് നീ. അല്ലെങ്കിൽ ഞാൻ ചത്തുപോയനെ. നീ ഇങ്ങോട്ട് വന്ന ഞാനല്ല കേട്ടോ, മനസ്സിലായി? ഞാൻ പോവാ. എന്നാ പിന്നെ ഇറങ്ങിപ്പോക്കോ. എന്റെ ഒപ്പം നിന്നെ കണ്ടാലും നിന്റെ ഒപ്പം എന്നെ കണ്ടാലും എന്തായാലും നിന്നെ പുറത്താക്കും. ഗെറ്റ് ഔട്ട്. ചെയ്താലും മറ്റേ ആള് പിടിക്കപ്പെടും. തനു എന്തായാലും സത്യം പറയില്ലെന്ന് ഉറപ്പാ. അപ്പൊ പിന്നെ നമുക്ക് നിഖിലിനെ കൊണ്ട് പറയിക്കേണ്ടി വരും. നീ എന്താ ഉദ്ദേശിക്കുന്നേ? നിഖിൽ സത്യം പറയോ? എന്താ നിഖിലിനെ കുറിച്ച് എന്തൊക്കെയാ പറയുന്നത്? നന്നായി പ്രണവ് നീ വന്നത്. എനിക്ക് നിഖിലിനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും വേണം. അവന്റെ പാസ്റ്റിനെ കുറിച്ച് ചെറുതാണെങ്കിൽ പോലും എല്ലാം അറിയണം. പഴയ കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ. അതൊക്കെ ശരി പ്രിയേച്ചി, പക്ഷേ ഡീറ്റെയിൽസ് വെച്ച് എന്ത് ചെയ്യാനാണ് പ്രിയേച്ചി? പുതിയ പ്ലാൻ വല്ലതും ചിന്തിച്ചായിരുന്നോ? പ്രണവ് നീ ആദ്യം ഡീറ്റെയിൽസ് കൊണ്ടുവരൂ. അതിനുശേഷം ഞാൻ നിഖിലിനെ ഇൻവൈറ്റ് ചെയ്യാം, ഒരു സ്പെഷ്യൽ ഡിസ്കഷന് വേണ്ടി. വലിയ തെറ്റായി പോയി. ഒരു കാര്യം ചെയ്യ്, എന്തിനാ ഇങ്ങോട്ട് വന്ന? ഇനി സമയമുണ്ട്. ഗെറ്റ് ഔട്ട്. ഞാൻ ശരിക്കും ഇവിടുന്ന് പോകട്ടോ. നോക്കു തന്നു, വെറുതെ ഒന്നും പറയണ്ട. എനിക്കറിയാം നീ പറയാൻ വന്ന കാര്യം എന്തായാലും പറയാതെ ഒരിക്കലും പോകാൻ പോകുന്നില്ല. നീ പറയാനുള്ള എന്താന്ന് വെച്ചാൽ പറഞ്ഞിട്ട് ഗെറ്റ് ഔട്ട്. എനിക്ക് നിന്റെ ഹെൽപ്പ് വേണം. റിയലി? പുതിയ വല്ല കാര്യവും പറയാം. ഞാൻ പറയുന്ന മുഴുവനായിട്ടൊന്ന് കേൾക്കും, ഇടയ്ക്ക് കയറി പറയാതെ. ഇത്തവണ പ്രോബ്ലം കുറച്ച് വലുതാണ്. തനു, നിനക്ക് ഒറ്റ പ്രോബ്ലമേ ഉള്ളൂ. ഓരോ തവണ നീ അത് മാറ്റി മറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കും. അടുത്തത് പറ. ആക്ച്വലി ഇത്തവണ എന്റെയും പ്രിയയുടെയും സത്യം ശരിക്കും പുറത്തു വന്നായിരുന്നു. എന്തോ? എന്നെ വിളിക്കുമ്പോ ഞാൻ എന്റെ ആളെ വിളിക്കും. അയാള് നിന്റെ അടുത്ത് സ്പീഡിൽ വണ്ടിയുമായിട്ട് വന്ന് അവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടാക്കും. പക്ഷെ ഡോണ്ട് വറി, നിനക്കും നിന്റെ കുഞ്ഞിനും ഒന്നും സംഭവിക്കില്ല. ആ സമയത്ത് ഞാൻ അവിടെ നിന്നെ രക്ഷിക്കാൻ വരും. അപ്പൊ ഏട്ടൻ വിചാരിക്കും ഞാനാണ് നിന്നെയും നിന്റെ കുഞ്ഞിനെയും രക്ഷിച്ചതെന്ന്. ആ സമയത്ത് നീ ഇമോഷണൽ ഡ്രാമ സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് പറയണം,
ഞാൻ കാരണമാണ് നീയും നിന്റെ കുഞ്ഞും ഇന്ന് രക്ഷപ്പെട്ടതെന്ന്. ഏട്ടൻ അല്ലെങ്കിൽ നിന്റെ കുഞ്ഞുമായിട്ട് വളരെ ഇമോഷണലി അറ്റാച്ച്ഡ് ആണ്. അതുകൊണ്ട് ഈ ലക്ഷ്യം ഫെയിൽ ആവില്ല. യാ റൈറ്റ്, നല്ല പ്ലാനാണ്. ഐ മീൻ ശരിക്കും ഇത് നടന്ന് നീ ആ വീട്ടിൽ കയറി വരുന്നത് ആർക്കും തടയാൻ കഴിയില്ല, പ്രിയയ്ക്കും പറ്റില്ല. എക്സാക്ട്ലി. സോറി. വാട്ട് സോറി? ആക്ച്വലി ധൃതിയിൽ വന്നത് കാരണം നീ ഇവിടെ ഉള്ളത് ഞാൻ കണ്ടില്ലായിരുന്നു. എന്ത് ധൃതിയാ നിനക്ക് അത്ര ഉള്ളത്? എന്നെ കാണാൻ പറ്റാത്തത്ര. അതെന്താണെന്നറിയോ തനു, ഈ ഇടയായിട്ട് ഞാൻ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാറുള്ളൂ. നീ എന്താ പറഞ്ഞേ? അത് പിന്നെ ഒന്നുമില്ല, തെറ്റെന്റെയാ. അതെന്താന്ന് വെച്ചാൽ ആക്ച്വലി ലൈഫിൽ കുറച്ച് ക്ഷമ വേണമായിരുന്നു. ക്ഷമ ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ഇങ്ങനെ ഇടിക്കില്ലായിരുന്നു തനു. എക്സ്ക്യൂസ് മീ, യു കണ്ടിന്യൂ. നീ എന്താ പറഞ്ഞെന്ന് എനിക്കറിയാം. സംശയം എനിക്കുണ്ടായിരുന്നു. ഇവൻ പ്രിയയെ കണ്ടിട്ടുണ്ട്, അതും ക്ലിയർ ആയിട്ട്. അത് നന്നായി. പ്രിയയുടെ കൂട്ടാളികളെ കുറിച്ച് കൂടുതൽ അറിയുന്നത് എനിക്ക് അത്ര എളുപ്പമോ? നിന്നെ തോൽപ്പിക്കാനുള്ള അവസരം ഞാൻ നഷ്ടപ്പെടുത്തില്ല. എന്റെ പ്ലാനാ ഫെയിലായത് ഞാനല്ല. അടുത്ത യുദ്ധത്തിന് വേണ്ടി കാത്തിരുന്നു. അപ്പോ അടുത്ത യുദ്ധത്തിന് വേണ്ടി തയ്യാറായിരുന്നു. ആലിയ പറഞ്ഞത് ശരിയാ. ഇവൾ ഉറപ്പായും ഇന്ന് രാത്രിക്ക് വേണ്ടി എന്തെങ്കിലും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എത്രയും പെട്ടെന്ന് ആലിയ ഈ വീട്ടിൽ കൊണ്ടുവരണം. അവൾക്ക് ഇവളെ മാനേജ് ചെയ്യാൻ കഴിയുള്ളൂ. എന്റെ പ്ലാൻ നടത്തുന്നതിന് മുൻപ് ആലിയുടെ പ്ലാൻ എങ്ങനെയെങ്കിലും നടപ്പിലാക്കണം. നിനക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി തരുമല്ലോ. നീ കുറച്ച് വെയിറ്റ്. ഞാൻ നിന്നെ കല്യാണം കഴിക്കുന്ന റോബിനെ അല്ല. നീ എന്തിനാ എന്നെ നോക്കാൻ വേണ്ടി അവനെ വിളിക്കുന്നേ? റോബിനോട് എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, അതുപോലെ നിന്നെ ശ്രദ്ധിച്ചോളൂ. ഒരു സെക്കൻഡ്. ഐഡിയ മോശമല്ല. അതായത് നിന്റെ കല്യാണം റോബിനുമായിട്ടാണ് നടക്കുന്നതെങ്കിൽ പിന്നെ നിനക്കൊരു പണിയെടുക്കാതെ ജീവിക്കാലോ. ഹൗ ഈസ് ദാറ്റ്? അബി ചുമ്മാ നീ എന്തിനാ വെറുതെ സീരിയസ് ആവുന്നേ? എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോ നീ എന്നെ കളിയാക്കാണല്ലേ? ഞാൻ പിന്നെ എന്താ വേണ്ടേ? എന്തെങ്കിലും ചെയ്യൂ, എന്റെ അവസ്ഥ മോശമാവാണ് അബി. ഞാൻ കളിക്കാൻ പോവാ. നീ പുറത്തു പോയിക്കോ. എനിക്ക് സുഖമില്ലാതായ ഞാൻ നിന്നെ ഒരിക്കലും വിളിച്ച് ഡിസ്റ്റർബും ചെയ്യില്ല, ഫോൺ വിളിച്ചൊന്നും പറയില്ല നിന്നോട്. എന്റെ പൊന്നെ, ഒരു മിനിറ്റ്. നിക്ക്. നീ ഇവിടെ ഇരിക്കേ, ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. നീ ഇരിക്കേ. ഇവളെന്തിനാ എന്നെ വിളിക്കുന്നേ? ഐ തിങ്ക് എന്തായാലും പ്രിയയുടെ ഫോൺ എടുക്കാം. തനുവിനെ വിശ്വസിക്കാൻ കഴിയില്ല. ഇന്ന് എന്റെ കൂടെ നിൽക്കും, നാളെ അബിയുടെ കൂടെ നിൽക്കും, മറ്റന്നാൾ മറ്റാരുടെയെങ്കിലും. വളരെ അൺഎക്സ്പെക്റ്റഡ് ആണ് അവൾ. തനുവിനെ സഹായിച്ച് ഇനി ഞാനും പ്രിയയുള്ള ബന്ധം മോശമാക്കണ്ട. ആ പ്രിയ ആദിത്യ വലിയൊരു പിടിവള്ളിയാണ്. ഷീ കുഡ് ബി മൈ ഫ്യൂച്ചർ. നിഖിൽ, ഞാൻ പ്രിയയെ സമ്മതിക്കുന്നില്ലേ? നിങ്ങൾ അവളുടെ ഭാവി ഭർത്താവല്ലേ? നിങ്ങൾ പോകേണ്ട സ്ഥലത്ത് റോബിൻ അയച്ചാ ബഹളം വെക്കാതെ എന്ത് ചെയ്യും? നീ എന്നെ ഒരുപാട് തവണ സഹായിച്ചിട്ടുണ്ടല്ലോ, അപ്പോഴൊക്കെ ഞാൻ ബഹളം വെച്ചോ? ഇല്ലല്ലോ. അത് അവള് മനസ്സിലാക്കണ്ടേ? നീ വന്ന് അവൾക്ക് പറഞ്ഞു കൊടുത്തേ. അതെ, വീട്ടിൽ വേറെ സ്ത്രീകളുണ്ടല്ലോ, അവരോട് പറയാ. അച്ഛൻ അമ്പലത്തിൽ പോയിരിക്കോ, മൈതിലെടുത്തിയാണെങ്കിൽ ഹോസ്റ്റലിലും പോയിരിക്കോ, രചനയാണെങ്കിൽ. ഞാൻ എന്തിനാ തനുവിനെ സഹായിക്കുന്നത്? കാരണം നിനക്കറിയില്ലേ, മൈൻസിലെ ആൾക്കാർ ഈജിപ്തുകാരെ ആക്രമിച്ചില്ലേ? അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈജിപ്തുകാരുണ്ടല്ലോ ഇങ്ങനെ പറയത്തുള്ളൂ, മോഹൻജദാരോ. നിങ്ങളുടെ ഈ ഹിസ്റ്ററി ഒക്കെ കേട്ടിട്ട് എനിക്ക് നിങ്ങളെ സഹായിക്കണം എന്ന് തോന്നുന്നു. പോകാം. എന്നാ വരൂ. നിങ്ങൾ രണ്ടുപേരുടെ അഭിപ്രായങ്ങൾ ഒന്നായി തീർന്നത് ഇപ്പൊ ആദ്യമായിട്ടാ. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുകയാണെങ്കിലേ നമുക്ക് മൂന്ന് പേർക്കും പരസ്പരം മനസ്സിലാക്കി നല്ലതുപോലെ മുന്നോട്ട് പോയിക്കൂടെ? അങ്ങനെയാകുമ്പോൾ ഞാനും ഹാപ്പി ആയിരിക്കും. എനിക്ക് തീരെ സമയമില്ല. ഇവളുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ പരിഹരിക്കാൻ നോക്ക്. പുറത്ത് കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ ചെയ്യൂ. വരൂ അബി. വാ, നിനക്ക് ഫ്രഷ് എയർ അല്ലേ വേണ്ടത്? വാ. ഞാൻ തനുവിന്റെ ആബ്സൻസിൽ നിഖിലിനെ വരുത്താൻ നോക്കി. ഇവളെ ഈ വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ ബുദ്ധിമുട്ടാവുന്നാ കരുതിയത്. പക്ഷെ എല്ലാം വളരെ ഈസിയായി നടന്നല്ലോ. എന്തൊക്കെയായാലും ഈ സമയത്ത് നിഖിലിനെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണം. അവൻ ചിന്തിക്കും, അന്ന് രാത്രി അച്ഛനാകാനുള്ള ആഗ്രഹം അവൻ കൺട്രോൾ ചെയ്തിരുന്നെങ്കിലോ ഒന്ന്. പിന്നെ ആ പ്രഗ്നൻസിയുടെ 9 മാസമില്ലേ, അതില് പെണ്ണുങ്ങളെ കാട്ടി കൂടുതൽ ആണുങ്ങൾ അനുഭവിക്കുന്നത്. നിങ്ങൾക്കറിയോ, ഇവൾക്ക് ഞാൻ ഐസ്ക്രീം വാങ്ങാനാ വന്നത്. ഇനിയിപ്പോ ഐസ്ക്രീം കഴിക്കുന്നില്ല എന്ന് പറയും. കഴിക്കുന്നില്ലല്ലോ അല്ലേ? അല്ല, വേണം, ഐസ്ക്രീം വേണം. പക്ഷെ ഇവിടുന്ന് വേണ്ട. എങ്കിൽ വാ, നമുക്ക് പോവാം. അല്ല, ഞാൻ ഇവിടുത്തെ ഐസ്ക്രീം
പാർലറിൽ നിന്ന് കഴിക്കണ്ടെന്നാ പറഞ്ഞത്. ആ സൈഡിലുള്ള ഐസ്ക്രീം മതി. അതാ ആ സൈഡ്, അവിടെ കുൽഫി ടൈപ്പ്. പ്രിയ അവൾക്ക് ആവശ്യമുള്ളത് വാങ്ങിക്കൊടുക്കാനല്ലേ പറഞ്ഞത്. അവൾ പറയുന്നിടത്ത് കൊണ്ടുപോയിക്കോളാനും പറഞ്ഞു. അതൊക്കെ ചെയ്തു. ഇനി ഒരു കുൽഫിയും കൂടെ. അതുകൊണ്ട് അവനിപ്പോ പുതിയ ഷോർട്ട് കട്ട് തപ്പ് കാണും പൈസക്ക് വേണ്ടിയിട്ടാ. അപ്പൊ ഞാൻ ചിന്തിച്ച ശരിയാ. ഈ നിഖിൽ തനുവിനോടൊപ്പം പണത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത്. അവന് തോന്നുന്നുണ്ടാവും എന്തായാലും തനു ഇദ്ദേഹത്തെ കല്യാണം കഴിക്കും, പിന്നെ അവരുടെ കാര്യം സെറ്റിൽഡ് ആവുമെന്ന്. പ്രണവ്, നമുക്കൊരു കാര്യം ചെയ്താലോ? നമ്മുടെ കമ്പനിയിൽ നിഖിലിന് നല്ലൊരു പോസ്റ്റ് ഓഫർ ചെയ്താലോ? അവന്റെ സ്വഭാവം വെച്ച് അവൻ ഉടനെ ചിന്തിക്കും ഈ കമ്പനി തന്നെ അങ്ങ് ഓവർടേക്ക് ചെയ്യാന്ന്. അവന്റെ ഫ്യൂച്ചർ സേഫായ ചിലപ്പോ അവൻ ഈ കുഞ്ഞിനെ കുറിച്ചുള്ള സെന്റിമെന്റ്സ് മാറുകയും തനുവിനെതിരായി നമുക്ക് തെളിവ് തരികയും ചെയ്താലോ? എന്തെങ്കിലും ഒരു രഹസ്യം കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ അത് നിനക്ക് പ്രയോജനം ചെയ്യും. ഇത്തവണ ആ തനു ഉണ്ടല്ലോ, അവള് ശരിക്കും പിടിക്കപ്പെടുമെന്ന എന്റെ വിശ്വാസം. ഒരു സ്ത്രീയെ കൊണ്ട് സത്യം പറയിപ്പിക്കുന്നതിനേക്കാളും വളരെ എളുപ്പം അച്ഛമ്മ ഒരു പുരുഷനെ കൊണ്ട് സത്യം പറയിപ്പിക്കുന്നത്. അപ്പൊ ഇവർ രണ്ടുപേരും കൂടി തനുവിനെ അകപ്പെടുത്താനുള്ള പ്ലാൻ ഉണ്ടാക്കുക. മൈഥിലി, ഇത് നിന്റെ ആഗ്രഹത്തിനേക്കാൾ അപ്പുറമുള്ള കാര്യമാ. എന്തേലും പറയും. ഓ, അപ്പൊ നീ പറഞ്ഞു വരുന്നത് സ്ത്രീ പറയാതിരുന്നാലും എത്ര ശ്രമിച്ചാലും പുരുഷനാണെങ്കിൽ ഇമോഷണലായി എല്ലാം തുറന്നു പറയും അല്ലേ? അങ്ങനെയല്ലേ രചന നീ പറഞ്ഞു വരുന്നത്? ഇപ്പോഴല്ല, ഒന്നും തരില്ല, ഒരിക്കലും തരില്ല. ഞങ്ങൾ പറയുന്നത് നീ ഒളിച്ചു നിന്ന് കേൾക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ എല്ലാ ഷോളും ഒരിടത്ത് കൂട്ടിയിട്ട് ഞാൻ കത്തിച്ചു കളയും. അങ്ങനെയൊന്നും ഇല്ല അച്ഛമ്മേ, അതിനുള്ള അവസ്ഥയൊന്നും വരില്ല. ഞാൻ അങ്ങനെ ഒന്നും കേൾക്കില്ല. അഥവാ കേട്ടാലും ഞാൻ നിങ്ങളോട് പറയാം. അങ്ങനെ എന്ത് കാര്യമുള്ളേ? അച്ഛമ്മ അതിനുവേണ്ടി ഇത്രയും വലിയ സമ്മാനം തരാൻ വരെ തയ്യാറാവുന്ന പ്രിയയുടെ തന്നെ കാര്യമായിരിക്കും. അതും നിഖിലും തനുവുമായി കണക്ഷനുള്ള. അപ്പൊ മൈഥിലി, നീ ഈ കാര്യം അറിയുക തന്നെ വേണം. ഇത് കാണിക്കൂ. അബി, നിന്നിൽ നിന്ന് നിന്റെ ഫാമിലി പോവാതിരിക്കാൻ ഇവളെ രക്ഷിച്ചു. ഇവളെയും ഫാമിലിയുടെ ഒപ്പം താമസിപ്പിക്കാം അബി. ഇവളുടെ ആരോഗ്യം ശരിയാവുന്നത് വരെ മാത്രം മതി. അബി, അത് എന്റെയും കൂടെ വീടല്ലേ. എന്റെ ഇഷ്ടം അവിടെ നടക്കല്ലേ അബി? തനു, ആ വീട് നിന്റെയോ എന്റെയോ അല്ല, അത് പ്രിയയുടെയാണ്. പ്ലീസ് അബി, നീ വിചാരിച്ച എന്തും ചെയ്യാൻ പറ്റും. ശരി, നീ ആലയെ കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകാം. പക്ഷെ നീ ഡിസൈഡ് ചെയ്യാൻ നീ എന്റെ കൂടെയാണോ അതോ പ്രിയയുടെ കൂടെയാണോ? കൺഗ്രാറ്റുലേഷൻ. നിങ്ങളെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലല്ലേ? ഞാൻ പറഞ്ഞു തരാം. അതെന്താന്ന് വെച്ചാൽ, ഒരു സ്ഥലത്ത് സ്വർണത്തിന്റെ കുഞ്ചലങ്ങൾ വെച്ച ഷോൾ വെച്ചിട്ടുണ്ട്. അഥവാ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾ എന്നോട് പറയുകയാണെങ്കിൽ ആ ഷോൾ ഉണ്ടല്ലോ അതെനിക്ക് കിട്ടും. നിങ്ങൾ കാരണം എനിക്ക് ആ ഷോള് കിട്ടുവാണെങ്കിലേ ഒരു ദിവസത്തേക്ക് നിങ്ങൾക്കും അത് യൂസ് ചെയ്യാൻ തരാം. ഒരു സെക്കൻഡ് ഏട്ടത്തി. അല്ല, ഈ സ്വർണ്ണ നിറമുള്ള ഷോൾ ഒരു പുരുഷന് നൽകുവോ? അതെ, അതിലിത്ര മോശം എന്താ? നിങ്ങൾ ഈ ഭജനയൊക്കെ കാണാറില്ലേ? അത് പാടുന്ന ആളുകള് അവരിതുപോലുള്ള ഷോളൊക്കെ ഇടുന്നത് കണ്ടിട്ടില്ലേ? അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ മ്യൂസിക് കോൺസെർട്ട് അത് ഉപയോഗിച്ചൂടെ? സ്വർണത്തിന്റെ കുഞ്ചലമല്ലേ? ഏട്ടത്തി, ഈ സ്വർണ്ണ നിറമുള്ള ഷോൾ ഒരു പുരുഷന് നൽകുവോ? അതെ, അതിലിത്ര മോശം എന്താ? നിങ്ങൾ ഈ ഭജനയൊക്കെ കാണാറില്ലേ? അത് പാടുന്ന ആളുകള് അവരിതുപോലുള്ള ഷോളൊക്കെ ഇടുന്നത് കണ്ടിട്ടില്ലേ? അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ മ്യൂസിക് കോൺസെർട്ട് അത് ഉപയോഗിച്ചൂടെ? സ്വർണത്തിന്റെ കുഞ്ചലമല്ലേ? ഏട്ടത്തി, ഞാനിവിടേക്ക് ഒരു നല്ല മൂഡിലാ വന്നത്. പ്ലീസ് എന്റെ മൂഡ് നശിപ്പിക്കരുത്. പ്ലീസ് എന്നെ എന്റെ ജോലി ചെയ്യാൻ അനുവദിക്കൂ. നിങ്ങൾ പ്ലീസ് എന്നെ വെറുതെ വിട്ടേക്കൂ പ്ലീസ്. പക്ഷെ നിങ്ങളിത് എങ്ങോട്ടാ പോകുന്നേ? ഞാൻ പ്രിയയെ കാണാൻ പോട്ടെ. അതിനെന്താ പൊയ്ക്കോളൂ. അല്ല ഏട്ടത്തി, ഒരു കാര്യം ചോദിച്ചോട്ടെ? പ്രിയ എവിടെയുണ്ടെന്ന് അറിയാമോ? ഞാനെന്തിനാ പറയുന്നേ? അവൾ അവളുടെ മുറിയിലുണ്ടെന്ന്. നിനക്ക് അവളെ കാണണമെങ്കിൽ നീ തന്നെ പോയി അന്വേഷിച്ചു കണ്ടു. കൈകൾ ചലിക്കുന്നുണ്ടല്ലേ? ഇനി ശബ്ദം പുറപ്പെടുവിക്കാൻ തുടങ്ങിയ, സംസാരിക്കാൻ തുടങ്ങിയ ഞാൻ തന്നെ നിങ്ങളെ ഉടനെ തന്നെ മുകളിലേക്ക് പറഞ്ഞയക്കും കേട്ടോ. അതുകൊണ്ട് സർലാൻഡി, മഹാഭാരതത്തിൽ ഗാന്ധാരി അവരുടെ ഭർത്താവിന് വേണ്ടി സാക്രിഫൈസ് ചെയ്തില്ലേ? അതുപോലെ നിങ്ങൾ എനിക്ക് വേണ്ടി ഇത്രയെങ്കിലും സാക്രിഫൈസ് ചെയ്യണം. കാരണം എനിക്കറിയാം നിങ്ങൾ നിങ്ങളുടെ മോളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്.
നിങ്ങളെ അവിടേക്ക് അയക്കാൻ വേണ്ടി എന്നെ ദയവായി നിർബന്ധിക്കരുത് കേട്ടോ. ഇപ്പൊ ഞാൻ ദൂരെ നിന്ന് നിങ്ങളുടെ കാലിൽ ഒരു ഗുഡ് ബൈ കിസ് തരാം കേട്ടോ. ബിഹേവ് യുവർ സെൽഫ്. സന്തോഷ വാർത്തയുണ്ടല്ലോ, കഴിഞ്ഞ തവണ കൈ ചലിക്കാൻ തുടങ്ങിയിരുന്നു, ഇപ്പോ കാലി ചലിക്കാൻ തുടങ്ങി. കുറച്ചു ദിവസം കഴിയുമ്പോ ആന്റിക്ക് സംസാരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. ഇറ്റ്സ് എ ഗ്രേറ്റ് മൊമെന്റ്. എല്ലാം ശരിയാവും അമ്മ. അമ്മ നടക്കും, അമ്മ സംസാരിക്കും, അമ്മ പഴയതുപോലെ സ്മാർട്ട് ആവും. എല്ലാം ശരിയാവും. എന്റെ അമ്മ വിഷമിക്കല്ലേ, എല്ലാം വേഗം ശരിയാവും. ഇറ്റ്സ് ഓക്കെ പ്രണവ്. ഇവർ രണ്ടുപേരും തനിച്ച് കുറച്ചു നേരം ഇരിക്കട്ടെ. യു അണ്ടർസ്റ്റാൻഡ്? മദർ ആൻഡ് ഡോട്ടർ മൊമെന്റ് അല്ലേ? എന്തു പറയുന്നു? വിഷമിക്കണോ എന്ന് എനിക്കറിയില്ല. എന്തു വന്നാലും എനിക്കിവനെ അമ്മയുടെ മുന്നിൽ കൊണ്ടുവരണം. എല്ലാ തവണയും നിഖിലിന് മുന്നിലെത്തുമ്പോൾ തന്നെ അമ്മ റിയാക്ട് ചെയ്യുന്നു. ഇത് കാണുമ്പോൾ സന്തോഷിക്കണോ വിഷമിക്കണോ എന്ന് എനിക്കറിയില്ല. എന്തു വന്നാലും എനിക്കിവനെ അമ്മയുടെ മുന്നിൽ കൊണ്ടുവരണം. എന്റെ രീതിക്ക് തന്നെ, ഞാൻ വിചാരിക്കുമ്പോൾ മാത്രം. അതങ്ങനെ തന്നെ സംഭവിക്കാവൂ. നിഖിൽ അമ്മയെ സംബന്ധിച്ച് ഒരു അപകടകാരി തന്നെയാണ്. പ്രിയന്ത, സുഖമല്ലേ? ഐ ഹോപ്പ് ഐ എം നോട്ട് ലേറ്റ്. നോട്ട് അറ്റ് ഓൾ. നിഖിൽ വരൂ. ഷുവർ. ഞാൻ കരുതി സ്വന്തം കമ്പനിയുടെ കാര്യത്തിൽ നിങ്ങൾ ബിസി ആയിരിക്കുമെന്ന്. പുതിയ ജോലിക്ക് വേണ്ടി സമയം കണ്ടെത്താനാവോ? അബി ദ റോക്ക് സ്റ്റാർ ആൻഡ് നിങ്ങളെ പോലുള്ള സ്മാർട്ട് ബിസിനസ് വുമണിന്റെ ഒപ്പം ജോലി ചെയ്യാനുള്ള ചാൻസ് ആര് നഷ്ടപ്പെടുത്തും? ഐ തിങ്ക് നിങ്ങൾ ഇന്ന് ഒരുപാട് പഠിക്കാനുണ്ട് എനിക്ക്. ഇറ്റ്സ് എ വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി. ദാറ്റ്സ് ദ ഓൺലി റീസൺ. Okay, but I'll have to think about it. Sure. ഇവൻ വളരെ പെട്ടെന്ന് തന്നെ എന്റെ വലയിൽ കുടുങ്ങിയല്ലോ. എന്തായാലും ഇതുവരെ നിഖിലിന് സംശയമൊന്നും തോന്നിയിട്ടില്ല. ഏറ്റവും നല്ല കാര്യം, സ്വന്തമായി തന്നെ അവൻ അവന്റെ പേര് പറഞ്ഞു. പ്ലാൻ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. അച്ഛമ്മ, എനിക്കറിയാം ഇവൾ ചെയ്ത തെറ്റുകൾ കാരണമാ ഇവളെ ഇവിടുന്ന് പുറത്താക്കിയെന്ന്. പക്ഷെ അവളത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലല്ലോ അച്ഛമ്മേ, അറിയാതെ ചെയ്തതല്ലേ. ഉപകാരം, പുണ്യപ്രവൃത്തി, സഹായം ഇതൊക്കെ ഉള്ളിൽ നിന്നാ ചെയ്യേണ്ടത്. ഞാൻ അബിയുടെ ഒപ്പം പുറത്ത് പോയപ്പോ എന്നെ ഒരു കാർ ഇടിക്കാൻ വന്നു. അബി ഒരുപാട് ദൂരെ നിൽക്കുമായിരുന്നു. പക്ഷെ എനിക്കറിയില്ല ആലി എങ്ങനെയാ വന്നേന്ന്. അവൾ ഓടി വന്ന് അവളുടെ ജീവൻ നോക്കാതെ എന്നെ രക്ഷിച്ചു. ഇതൊക്കെ മനുഷ്യന് ഉള്ളിൽ നിന്നല്ലേ ചെയ്യുന്നേ അച്ഛമ്മേ. നമ്മൾ അവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കി, പക്ഷെ അവൾ നമ്മളെ ആരെയും വെറുക്കുന്നില്ലല്ലോ. അങ്ങനെ ആയിരുന്നെങ്കിൽ അവൾക്ക് പാവം ഒരുപാട് മുറിവ് പറ്റിയിട്ടുണ്ട്. ഇവളെ ഞാൻ എങ്ങനെയാ ഈ അവസ്ഥയിൽ ഔട്ട് ഹൗസിൽ വിട്ടിട്ട് വരിക? ഇങ്ങനെ ഞാൻ ചെയ്തത് നല്ലതല്ലേ അച്ഛമ്മേ? ഇവൾ നമ്മളോട് എന്ത് തെറ്റ് ചെയ്തു? നമ്മൾ ഇവളോടാ തെറ്റ് ചെയ്തേ. ഇവൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ടും ഇവൾക്ക് നല്ലത് ചെയ്യേണ്ടത് നമ്മുടെ കടമയല്ലേ? അതെ അതെ, ഇവൾ പറയുന്നത് വളരെ ശരിയാണ്. ഇവൾക്ക് നല്ല മുറിവുണ്ടല്ലോ. എത്ര നേരം വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇരുത്തുന്നേ? ആരെങ്കിലും ഇവളെ ഒന്ന് മുറിയിലേക്ക് കൊണ്ടുപോ. ഞാൻ അലിക്ക് ജ്യൂസ് എടുത്തിട്ട് വരാം. ആ പെട്ടെന്ന്. ഈ നിഖിൽ ഇവിടെ എന്താ ചെയ്യുന്നേ? എനിക്കറിയാം ആലിയെ വീട്ടിൽ കൊണ്ടുവരുന്നതിനുള്ള നിന്റെ പ്ലാനാണിതെന്ന്. ആലിയെ വീട്ടിൽ കൊണ്ടുവന്നത് അതെന്തിനാണെന്നും എനിക്കറിയാം. പക്ഷെ നിനക്കറിയില്ല നിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് ഞാൻ ആരെയാ നിർത്താൻ പോകുന്നതെന്ന്. ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. എന്റെ അടുത്ത പ്ലാൻ നിങ്ങൾ രണ്ടിനെയും തകർത്ത് കളയും. ഇതാ നീ നിന്റെ മുറിയിലെത്തിയിരിക്കുന്നു. ഫൈനലി ഞാൻ എന്റെ മുറിയിൽ എത്തിയിരിക്കുന്നു തനു. യു നോ വാട്ട്, ആക്സിഡന്റ് നടത്തി എല്ലാവരെയും വിട്ടികളാക്കി. പക്ഷെ എന്നെ പറ്റിക്കാൻ കഴിയില്ല. എനിവേ, ഇനി എന്താ നിന്റെ പ്ലാൻ? ആദ്യം നമ്മള് നമ്മുടെ ഈ വിജയത്തെ ആഘോഷിക്കും. നീ പ്രിയയുടെ മുഖം കണ്ടോ തനു? അവൾ എന്റെ മുഖം നോക്കിയപ്പോ പാവം പണി കിട്ടിയ പോലുള്ളൊരു ഭാവമായിരുന്നു, ഇപ്പോഴത്തെയും പോലെ. എനിവേ, ഇനി നമ്മള് വളരെ അലേർട്ടായിരിക്കണം തനു.
അവള് കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോ അവളെ പുറത്താക്കാൻ നമ്മൾ ഒരുപാട് ശ്രമിച്ചില്ലേ? അതുപോലെ നമ്മൾ വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. എന്നാലേ രക്ഷയുള്ളൂ. ഇനി നമ്മൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവള് നമ്മളെ ഇവിടെ നിന്ന് പുറത്താക്കും. അങ്ങനെ എന്തെങ്കിലും നടക്കുന്നതിന് മുമ്പ് നമ്മൾ അവളെ പുറത്താക്കാനുള്ള എന്തെങ്കിലും വഴി ആലോചിച്ച് കണ്ടുപിടിച്ചേ പറ്റും. കാരണം എന്റെ ഒപ്പം എന്റെ പ്രണയം, എന്റെ സുഹൃത്തുക്കൾ, പിന്നെ എന്റെ കുടുംബവുമുണ്ട്. അവർക്ക് എന്ത് തന്നെ സംഭവിച്ചാലും അവരെന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവില്ല. ഇനി പതുക്കെ പതുക്കെ ശത്രുവിന്റെ ശത്രുവും എന്നെ സഹായിക്കാൻ തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നീ മറന്നോ? നിനക്ക് ലഭിച്ചുവെന്ന് കരുതുന്ന വിജയം ആഘോഷിക്കാനായി 2 സെക്കൻഡ് നീ ശ്വാസം എടുക്കുന്ന സമയം കൊണ്ട് 2 അടി ഞാൻ മുന്നോട്ട് സഞ്ചരിച്ചിട്ടുണ്ടാവും. നീ ഇരിക്കൂ, ആഘോഷിക്കൂ, വിശ്രമിക്കൂ. പക്ഷെ പതുക്കെ പതുക്കെ ആമ തന്നെ ഈ പന്തയം വിജയിക്കും. ഈ പ്രിയ ആരുടെ കാര്യവും